ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നൂറ, ആദില എന്നീ ഇൻഫ്ലുവൻസേഴ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ടൂർ പാക്കേജ് സ്കാമിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല വാർത്തകൾക്കിടയിൽ കുറച്ച് സ്കാമിൻ്റെ വാർത്തകൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളെല്ലാവരും കേട്ടിരുന്നു. ഒലിവിയ ഡിസൈൻസിൻ്റെ വന്നു, പിന്നെ റോയൽ ഡ്രൈവിനെ പറ്റി പറഞ്ഞു, പിന്നെ ഭാര്യയുടെ സുഖം കാണിച്ചുകൊണ്ട് ഒരാൾ പറ്റിച്ചു എന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അപ്പോൾ റീസെൻ്റായിട്ട് പുറത്തു വന്നൊരു വാർത്തയാണ് നൂറയും ആദിലയും ചേർന്ന് പുറത്തുവിട്ട ടൂർ പാക്കേജ് റിലേറ്റഡ് സ്കാം. ഇവർ നേരത്തെ ഷർഗാവി ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു പ്രൊമോഷൻ ചെയ്തു കൊടുത്തിരുന്നു. ഇപ്പോൾ അത് സ്കാം ആണെന്ന് ഇവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മുഹമ്മദ് ജംഷീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവരെ പ്രൊമോഷന് വേണ്ടി സമീപിച്ചതെന്നും ഇവർ പറയുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ നൂറ, ആദില എന്നിവരുടെ പ്രൊമോഷൻ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ ടൂർ പാക്കേജ് സ്കാമിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ഇപ്പം ഇതിൽ കുറേ പേരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേസ് കൊടുക്കാത്തവരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഒരു മണാലി ട്രിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് നൂറ, ആദിലയും ഈ ജംഷീദ് എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത്. അവർ തമ്മിലുള്ള ധാരണയുടെ പേരിൽ റീൽസും കൊളാബും ഒക്കെ ചെയ്തിട്ട് ഇവർ മണാലി ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം ഗീവവേയുടെ പേരിൽ ഒരു ഗോവ ട്രിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജംഷീദ് ഇവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ജംഷീദിൻ്റെ കൂട്ടത്തിൽ ലേഡീസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവർക്ക് ട്രസ്റ്റ് തോന്നിയെന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്ത് കൊടുക്കാമെന്നും അതുപോലെ തന്നെ ഒരുമിച്ചൊരു ക്ലോത്തിങ്ങിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ജംഷീദ് ഇവരുടെ ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. ഗീവവേക്ക് ശേഷമാണ് ഇതെല്ലാം തട്ടിപ്പാണെന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ കണ്ട് ടൂർ പാക്കേജിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചെടുക്കുക. 100% വരെ പൈസ വാങ്ങിച്ചെടുത്തു എന്നാണ് മനസ്സിലാവുന്നത്. അതിനുശേഷം പല കാരണങ്ങളും പറഞ്ഞ് അവസാനം ടൂർ ക്യാൻസലായി എന്ന് പറയുക. പിന്നീട് പൈസ കൊടുക്കാതിരിക്കുക, പൈസ കിട്ടാൻ വേണ്ടി ആളുകൾ പുറകെ നടക്കേണ്ടി വരിക, പിന്നീട് ചെക്ക് കൊടുത്ത് പറ്റിക്കുക. ഈ ഒരു പാറ്റേൺ തന്നെയായിരുന്നു ഇയാൾ എല്ലാവരോടും ചെയ്തുകൊണ്ടിരുന്നത്. ഇവരിതെല്ലാം അറിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഇവർക്കൊരു പ്രശ്നവും വരില്ലെന്ന് ജംഷീദ് ഇവരോട് പറഞ്ഞു. ഇതിന് ശേഷം ഇവർ ബിസിനസ് എന്ന് പറയുന്ന ഈ ക്ലോത്തിങ് ബിസിനസ്സാണെന്ന് തോന്നുന്നു, അതിൻ്റെ ആശയമായിട്ട് ഇവർ പിന്നീട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ബിസിനസ്സിനെ പറ്റി സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ കണ്ടുമുട്ടിയ സാഹചര്യത്തിൽ കുറച്ച് കോളേജ് പിള്ളേർ ചേർന്ന് ഈ ജംഷീദിനെ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ഫ്രോഡാണെന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. കോളേജ് പിള്ളേരെയും ഇതുപോലെ തന്നെ ഇയാൾ പൈസ കൊടുക്കാതെ പറ്റിച്ചിട്ടുണ്ട് അത്രേ. കോളേജ് ടൂറിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇയാൾ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ നടക്കുമായിരുന്നു. ജംഷീദിനോട് ഒരിടപാടും വേണ്ട, ഫ്രോഡാണ്, രക്ഷപ്പെട്ടോളാനാണ് സ്റ്റുഡൻസ് ഇവരോട് പറഞ്ഞത്. പിന്നീട് അവിടെ നിന്ന് പോകുന്ന വഴിക്കാണെങ്കിൽ പോലും ജംഷീദ് ഇവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇതിന് ശേഷമാണ് ഇവർ ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ അറിയിക്കാൻ ശ്രമിച്ചതും ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അവരുടെ ചാനലിൽ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. ഇതിന് ശേഷം ഇന്നലെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയുടെ ചാനലിൽ നൂറയും ആദിലയും വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് 1.5 പോയി എന്നാണ്. ഞാൻ ആ വീഡിയോയിലാട്ടോ അത് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നാണ്. ഗീവ് അവേക്ക് ശേഷമാണ് ഇവർക്ക് കൂടുതൽ DM വരാൻ തുടങ്ങിയതെന്നാണ് ഇവർ പറഞ്ഞത്. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 50,000, 1,00,000 വീതമൊക്കെയാണ് പോയിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഇത്ര പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇതൊന്നും കൂടാതെ അയാൾ ക്യാഷ് ഡബിളിങ്ങിനെ പറ്റി പറഞ്ഞതും മറ്റു പല തട്ടിപ്പുകൾ നടത്തിയതിനെ പറ്റിയൊക്കെ ഇവരതിനകത്ത് പറയുന്നുണ്ട്. നിലവിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് 10-15 പേര് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10ഓളം പേര് ഈ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് വീഡിയോയിൽ പറയുന്നത്. സായി പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ പ്രൊമോഷൻസ് വരുമ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും പ്രൊമോഷൻ കണ്ടാൽ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് DM ചെയ്ത് നോക്കാനൊക്കെയാണ് സായിയുടെ ഭാഗത്തുനിന്ന് പറയുന്നത്. പിന്നെ ക്യാഷ് മുടക്കുന്നതിന് മുമ്പ് എല്ലാം സ്വന്തമായിട്ട് തിരക്കുക എന്നും സായി പറയുന്നുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഇതിനകത്ത് ചെന്ന് ചാടാതിരിക്കുക എന്നുള്ള രീതിയിലുമാണ് സായി പറയുന്നത്. പിന്നെ സായി പറയുന്നത് ഇതുപോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഡായിപ്പ് നടത്തിയവൻ രക്ഷപ്പെടും. പോലീസുകാർ ചോദിക്കുന്നതും അതുപോലെ തന്നെ മീഡിയ വലിച്ചേറുന്നതും എല്ലാം ഇൻഫ്ലുവൻസേഴ്സിനായിരിക്കും എന്നാണ് സായി പറയുന്നത്. സായി നിസ്സാരമായിട്ട് പറഞ്ഞാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് അത് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞ പോലെ തോന്നിയത്. എന്തായാലും 1-2 രൂപയൊന്നും അല്ലല്ലോ. ഇവർ ഈ 1-1.5 എന്നൊക്കെ പറഞ്ഞാൽ 1,00,000, 1.5 ലക്ഷം ഒക്കെ അല്ലേ. അപ്പോൾ അതെന്തായാലും മീഡിയ ചോദിക്കില്ലേ. മീഡിയ ചോദിക്കും, പോലീസുകാർ ചോദിക്കും, സാധാരണക്കാർ ചോദിക്കും, ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം കണ്ടിട്ട് സൈലൻ്റ് ആയിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ജംഷീദ് സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് വീഡിയോയിൽ പറയുന്നത്. പ്രാക്ടിക്കലി ഇതെല്ലാം എത്രമാത്രം പോസിബിൾ ആവുമെന്ന് അറിയില്ല. അതെല്ലാം നേരിട്ട് കണ്ട് അറിയേണ്ട കാര്യം തന്നെയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ സാധാരണ സംഭവിക്കുന്നതല്ലേ എന്നുള്ള രീതിയിൽ നമ്മളൊന്നും വിട്ടുകളയരുത്. എത്ര പ്രാവശ്യം സംഭവിച്ചാലും നമ്മളെല്ലാം വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. നമ്മളെയൊക്കെ എത്ര സിമ്പിളായിട്ടാണ് പറ്റിക്കുന്നതെന്ന് നോക്കൂ.
ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വീഡിയോ ആ പേര് സൂചിപ്പിച്ച പോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എത്രയോ പേരുടെ ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ പോയിരിക്കുന്നു. അപ്പോൾ ആദ്യമേ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ വീഡിയോ ചെയ്യുന്നത്, അതിന് ശേഷമല്ലേ അത് കണ്ടിട്ട് സാധാരണക്കാരായ ജനങ്ങൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ആദ്യം ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോഴോ കൊളാബ് ചെയ്യുമ്പോഴോ ഇതിനെപ്പറ്റിയെല്ലാം ശരിക്കും സമയമെടുത്ത് മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാൻ. നമ്മുടെ എല്ലാം കെയർലെസ് ആയിട്ടുള്ള സമീപനം കൊണ്ട് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ബ്രേക്കായി പോകുന്നത്. ഇനി ഇതുപോലുള്ളൊരു കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം സാധാരണക്കാരാണെന്നും പറ്റിക്കപ്പെടാമെന്നും ഒക്കെ അറിയാം. പക്ഷെ എന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി ഇതുപോലുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയും ഉത്തരവാദിത്തം കാണിച്ചാൽ പോരായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഇവർ ഈ സ്കാം പുറത്തേക്ക് കൊണ്ടുവന്നതും കേസ് കൊടുത്തതൊന്നും ചെറുതായി കാണുന്നില്ല. ഇനി ഇതുപോലുള്ള തെറ്റുകൾ പറ്റിയാലും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് വന്നേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവരൊരു മാതൃകയായിരിക്കും. ഇതെല്ലാം കൊണ്ട് എന്താ സംഭവിച്ചത്? അവർക്കും മറ്റുള്ള ഒരുപാട് പേർക്കും സാമ്പത്തികമായും മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കി. അതുമാത്രമല്ല, മാന്യമായിട്ട് ട്രാവൽ ഏജൻസി നടത്തി ജീവിക്കുന്ന പലരെയും ഇത് ബാധിച്ചിട്ടുണ്ടാവാം. അതിനെല്ലാം ഇതൊരു റീസൺ ആവുകയും ചെയ്തില്ലേ? സോ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന കാര്യങ്ങളോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ലോകമൊന്നും മാറ്റിമറിക്കണ്ട, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരുന്നാൽ മതി. സാധാരണ ആൾക്കാരോട് പറയാനുള്ളത്, സോഷ്യൽ മീഡിയ ഒന്നും അല്ല റിയൽ ലൈഫ്, റിയാലിറ്റി വേറെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് തന്നെ അബദ്ധങ്ങൾ പറ്റുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒരുപാട് സ്കാംസ് കേൾക്കാറുള്ളതല്ലേ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തും അതുപോലെ തന്നെ ഗെയിം കളിച്ചുമൊക്കെ ക്യാഷ് നേടാമെന്നും, അതുപോലെ തന്നെ ഫേക്ക് ട്രേഡിംഗ് ആപ്പുകളുണ്ട്. ഇതുപോലെ ചതിക്കുഴികൾ നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ടെന്ന് നമ്മളെല്ലാവരും ദിനം പ്രതി കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് കട്ടിലൂടെ ക്യാഷ് ഉണ്ടാക്കാനോ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, കാലങ്ങൾ കൊണ്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സോഴ്സ് വേണം തിരഞ്ഞെടുക്കാൻ. നമുക്ക് ചുറ്റും ഒരുപാട് സ്കാമുകളുണ്ട്, നമുക്കതെല്ലാം തിരിച്ചറിയാൻ പറ്റട്ടെ. നിങ്ങളുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക്